ടോപ്പ് ട്യൂഷൻ്റെ ഫിസിക്സ് ട്യൂട്ടോറിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഈ ട്യൂട്ടോറിയലിൽ ഗ്രാവിറ്റേഷൻ എന്ന ചാപ്റ്ററിലെ ടെക്സ്റ്റ് ബാക്കിലുള്ള ലെറ്റസ് അസസ് ക്വസ്റ്റ്യൻസ് ആണ് പഠിക്കാനായിട്ട് പോകുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇഫ് ആൻ ഒബ്ജക്റ്റ് ഈസ് ലിഫ്റ്റഡ് ഫ്രം ദ സെൻറ്റർ ഓഫ് ദ എർത്ത് ടു ഇറ്റ്സ് സർഫേസ് വിൽ ദ മാസ് ആൻഡ് വെയ്റ്റ് ഓഫ് ദ ഒബ്ജക്റ്റ് ചേഞ്ച്? ജസ്റ്റിഫൈ ദി ആൻസർ. അതായത് ഒരു ഒബ്ജക്റ്റിനെ എർത്തിൻ്റെ സെൻറ്ററിൽ നിന്ന് സർഫേസിലേക്ക് ലിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ മാസിനോ വെയ്റ്റിനോ എന്തെങ്കിലും ചേഞ്ചസ് സംഭവിക്കുമോ എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ എന്താ സംഭവിക്കുക എന്ന് വെച്ചാൽ ഒരു ഒബ്ജക്റ്റിൻ്റെ മാസിന് ഒരിക്കലും ഒരു ചേഞ്ചസും ഉണ്ടാവില്ല. അപ്പോൾ മാസ് എന്ന് പറയുന്നത് ഒരു ഒബ്ജക്റ്റിൻ്റെ അളവാണ്. ഓക്കെ, അത് എപ്പോഴും ഒരേപോലെ ആയിരിക്കും. പക്ഷേ വെയ്റ്റ് എന്ന് പറയുന്നത് ഗ്രാവിറ്റിക്ക് അനുസരിച്ചിട്ട് മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ ഒരു എർത്തിൻ്റെ സെൻറ്ററിൽ ഒബ്ജക്റ്റിൻ്റെ വെയ്റ്റ് എന്ന് പറയുന്നത് 0 ആയിരിക്കും. അതിൽ സർഫേസിലേക്ക് മൂവ് ചെയ്യുമ്പോൾ ആ വെയ്റ്റ് എന്ന് പറയുന്നത് ഇൻക്രീസ് ആവും. അങ്ങനെ സർഫേസിൽ എത്തുന്ന സമയത്ത് വെയ്റ്റ് എന്ന് പറയുന്നത് അതിൻ്റെ മാക്സിമം അളവിലേക്ക് എത്തും. ഓക്കെ, മാക്സിമം റേഞ്ചിലേക്ക് എത്തും. Question, the weight of an object of mass 5 kg is determined using a spring balance. If the object and the spring balance are dropped down together, what will be the weight of the object while falling down? What is the reason? അതായത് ഒരു 5 kg മാസ് ഉള്ളൊരു ഒബ്ജക്റ്റ് തന്നിട്ടുണ്ട്. അപ്പം ആ ഒബ്ജക്റ്റും സ്പ്രിംഗ് ബാലൻസും ഒരുമിച്ച് താഴത്തേക്ക് നമ്മൾ ഡ്രോപ്പ് ചെയ്യുന്ന സമയത്ത് ഒബ്ജക്റ്റിൻ്റെ വെയ്റ്റ് എന്തായിരിക്കും എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ ഒബ്ജക്റ്റിൻ്റെ വെയ്റ്റ് എന്തായിരിക്കും എന്ന് വെച്ചാൽ സ്പ്രിംഗ് ബാലൻസ് കാണിക്കുന്ന റീഡിംഗ് 0 എന്നാണ്. കാരണം രണ്ടുപേരും ഫ്രീ ഫോളിലാണുള്ളത്. അപ്പോൾ ഫ്രീ ഫോളിലുള്ള സമയത്ത് ഈ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ വിത്ത് നോ ടെൻഷൻ ഇൻ ദ സ്പ്രിംഗ് എന്നാണ്. വിത്ത് നോ ടെൻഷൻ ഇൻ ദ സ്പ്രിംഗ് എന്ന് പറഞ്ഞാൽ അവിടെ സ്പ്രിംഗ് സ്ട്രെച്ച് ചെയ്യുകയൊന്നും ചെയ്യുന്നില്ല. ഒബ്ജക്റ്റ് പുൾ ചെയ്യുമ്പോഴാണ് സ്ട്രെച്ചിങ് ഉണ്ടാകുന്നത്. അപ്പോൾ സ്ട്രെച്ച് ചെയ്യുമ്പോൾ എന്തായിരിക്കും അതിലൊരു റീഡിങ് കാണിക്കും. പക്ഷേ ഇവിടെ അങ്ങനെ സ്ട്രെച്ചൊന്നും ചെയ്യുന്നില്ല. അപ്പോൾ അതിൻ്റെ നാച്ചുറൽ സ്റ്റേറ്റിൽ തന്നെയാണ് സ്പ്രിംഗ് ബാലൻസ് ഉള്ളത്. അപ്പം അങ്ങനെ വരുമ്പോൾ ആണ് നമുക്ക് ഈ 0 എന്ന് പറയുന്ന റീഡിങ് കാണിക്കുന്നത്. പിന്നെ ഇതിൽ ആക്ട് ചെയ്യുന്ന ഒരേ ഒരു ഫോഴ്സ് എന്ന് പറയുന്നത് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണ്. അതും ഈ ഒബ്ജക്റ്റിനെ ആക്സലറേറ്റ് ചെയ്യാനായിട്ടാണ് ഉപയോഗിക്കുന്നത്. Question, will there be a change in the mass and the weight of an object brought to the moon from the earth? Justify the answer. അതായത് ഒരു ഒബ്ജക്റ്റ് നമ്മൾ എർത്തിൽ നിന്ന് മൂണിലേക്ക് കൊണ്ടുപോവാണ്. അപ്പോൾ അങ്ങനെ മാറുന്ന സമയത്ത് ഒബ്ജക്റ്റിൻ്റെ മാസിനോ വെയ്റ്റിനോ ചേഞ്ചസ് സംഭവിക്കുമോ എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ നമുക്കറിയാം മാസ് എന്ന് പറയുന്നത് എന്താണ്? ഒരു ഇൻട്രിൻസിക് പ്രോപ്പർട്ടിയാണ്. അത് ഏതൊരു ലൊക്കേഷൻ ആയിക്കോട്ടെ, ഗ്രാവിറ്റി ചേഞ്ചസ് വന്നോട്ടെ, മാസിന് യാതൊരുവിധ ചേഞ്ചസും സംഭവിക്കില്ല. പക്ഷേ വെയ്റ്റ് എന്ന് പറയുന്നത് വിത്ത് റെസ്പെക്ട് ടു ഗ്രാവിറ്റി ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും. അപ്പോൾ മൂണിലെ ജിയുടെ വാല്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കും? എർത്തിനേക്കാളും 1/6 ആയിരിക്കും. അപ്പോൾ എർത്തിലുണ്ടാവുമ്പോൾ എന്തായിരുന്നു ആ ഒബ്ജക്റ്റിൻ്റെ വെയ്റ്റ്, അതിൻ്റെ 1/6 ആയിരിക്കും മൂണിലേക്ക് പോകുമ്പോൾ. ഇപ്പോൾ ഈ ഫിഗർ തന്നെ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ വെയ്റ്റ് എന്ന് കാണിച്ചിരിക്കുന്നത് 1200 ന്യൂട്ടൺ ആണ്. ഇത് ഈ ഒരു പേഴ്സൺ എർത്തിലുണ്ടാവുമ്പോൾ ഉണ്ടാവുന്ന വെയ്റ്റ് ആണ്. അത് തന്നെ മൂണിലേക്ക് നോക്കുമ്പോൾ കാണാൻ പറ്റും ഈ 1200 ന്യൂട്ടൻ്റെ 1/6 ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ വെയ്റ്റ് എന്ന് പറയുന്നതാണ് ഇവിടെ 200 ന്യൂട്ടൺ ആയിട്ട് മാറി. An object is allowed to fall from the top of a tower of height 100 meter. At the same time, another object was thrown vertically up with a velocity 25 meter per second in order to collide with the object falling down. Acceleration due to gravity on Earth 10 meter per second square. മൂണിലുള്ളത് 1.62 meter per second square തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് ടൈമാണ്. അപ്പോൾ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ ഒരു ടവറിൻ്റെ മുകളിൽ നിന്ന് ഒരു ഒബ്ജക്റ്റ് താഴത്തേക്ക് ഡ്രോപ്പ് ചെയ്യുന്നുണ്ട്. ആ ടവറിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 100 മീറ്റർ ആണ്. അപ്പോൾ അതേപോലെ ഒരു ഒബ്ജക്റ്റ് മുകളിലേക്കും നമ്മൾ എറിയുന്നുണ്ട്. അപ്പോൾ ഈ രണ്ട് ഒബ്ജക്റ്റും കൊളൈഡ് ചെയ്യാൻ എടുക്കുന്ന സമയമാണ് നമ്മളോട് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളുടെ ഗിവൺ ഡാറ്റ എന്ന് പറയുന്നത് ഹൈറ്റ് ഓഫ് ദ ടവർ 100 മീറ്റർ ആണ്. ഇനി ഒബ്ജക്റ്റ് താഴത്തേക്ക് ഡ്രോപ്പ് ചെയ്യുന്ന സമയത്ത് ഉണ്ടാവുന്ന അതിൻ്റെ വെലോസിറ്റി, ഇനീഷ്യലുള്ള വെലോസിറ്റി എന്ന് പറയുന്നത് 0 ആണ്.
ദെൻ ഒബ്ജക്റ്റ് ത്രോ ചെയ്യുമ്പോൾ അതിൻ്റെ ഇനീഷ്യൽ വെലോസിറ്റി എന്ന് പറയുന്നത് u2 എന്ന് നമ്മളിവിടെ റെപ്രസെൻറ്റ് ചെയ്തിട്ടുണ്ട് 25 മീറ്റർ പെർ സെക്കൻഡ്. ഓക്കെ, അപ്പോൾ ഇവിടെ ജീൻ്റെ വാല്യൂ നിങ്ങൾ ശ്രദ്ധിക്കണം. ഇവിടെ 10 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് എഴുതിയിട്ടുണ്ട്, ഇവിടെ നെഗറ്റീവാണ് എഴുതിയിരിക്കുന്നത്. കാരണം നമ്മൾ അപ്വേർഡാണ് ഈ ഒബ്ജക്റ്റിനെ എറിയുന്നത്. അപ്പം അപ്വേർഡ് മൂവ്മെൻറ്റിൽ ആക്സലറേഷൻ നെഗറ്റീവ് ആയിരിക്കും, ഡൗൺവേർഡിലാണ് പോസിറ്റീവ് വരുന്നത്. ഓക്കെ, കൊടുക്കുന്നതോറും ഏറിടും വിദ്യ തന്നെ മഹാധനം. ഈ വീഡിയോ ഉപകാരപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. അപ്പോൾ നമ്മളിതിൻ്റെ ടൈം കണ്ടുപിടിക്കാനായിട്ട് ഡിസ്പ്ലേസ്മെൻറ്റ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല യൂസ് ചെയ്തിട്ട് നമ്മൾ ഇക്വേഷൻസ് ഫോം ചെയ്യാം. അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് കണ്ടുപിടിക്കുന്ന ഫോർമുലയാണ് ut പ്ലസ് ഹാഫ് AT സ്ക്വയർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അതായത് ഇനീഷ്യലി ഒബ്ജക്റ്റ് ഡ്രോപ്പ് ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്നതിൻ്റെ വെലോസിറ്റി 0 ആണ്, ഹാഫ് ഇൻറ്റു അതിൻ്റെ ആക്സിലറേഷൻ എന്ന് പറയുന്നത് 10 ആണ്, ഇൻറ്റു ടി സ്ക്വയർ. അപ്പോൾ നമുക്ക് കിട്ടിയ ഇക്വേഷൻ എന്ന് പറയുന്നത് 5t സ്ക്വയർ. ഇതേപോലെ നമ്മൾ ഒബ്ജക്റ്റ് വെർട്ടിക്കലി ത്രോ ചെയ്യുമ്പോഴും എന്താണ് ഡിസ്പ്ലേസ്മെൻറ്റ് എന്നുള്ളതിൻ്റെ ഇക്വേഷൻ ഉണ്ടാക്കണം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ S2 = 25t മൈനസ് 5t സ്ക്വയർ എന്ന് കിട്ടി. ഇനി രണ്ട് ഡിസ്പ്ലേസ്മെൻറ്റും കൂടി പ്ലസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടി? ഈ മൊത്തം ടവറിൻ്റെയും ഹൈറ്റ് കിട്ടി. അപ്പോൾ S1 പ്ലസ് S2 = 100 മീറ്റർ എന്ന് നമുക്ക് എഴുതാം. അങ്ങനെ വരുമ്പോൾ S1ഉം S2ഉം നമ്മളിവിടെ രണ്ട് ഇക്വേഷൻസ് ഫോം ചെയ്തിട്ടുണ്ട്. അത് ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 5t സ്ക്വയർ പ്ലസ് 25t മൈനസ് 5t സ്ക്വയർ. ഇതിൽ ഈ രണ്ടെണ്ണം ക്യാൻസലായിപ്പോൾ. ഇത് പോസിറ്റീവ്, ഇത് നെഗറ്റീവ്, രണ്ടും ക്യാൻസലായി. പിന്നെ നമുക്ക് കിട്ടി 25t = 100. അതിൻ്റെ അർത്ഥം രണ്ട് ഒബ്ജക്ട്സും കൊളൈഡ് ആവാനായിട്ട് എടുത്ത സമയം 4 സെക്കൻഡാണ്. ഇത് നമുക്ക് വേറൊരു മെത്തേഡിലൂടെയും ചെയ്യാം. അതാണ് ഞാനിവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു രണ്ട് ഡിസ്പ്ലേസ്മെൻറ്റും കൂടി പ്ലസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുന്നത്? 100 മീറ്റർ എന്ന് കിട്ടും. അപ്പോൾ അതേപോലെ തന്നെ ഇവിടെ S1 പ്ലസ് S2 എന്ന് ചെയ്യുക. എന്നിട്ട് ഇതിൻ്റെ രണ്ടിൻ്റെയും ഫോർമുലാസ് അപ്ലൈ ചെയ്തിട്ട് ഇവിടെ എന്താ സംഭവിക്കുന്നത്? 0 ഇൻറ്റു ടി എന്ന് പറഞ്ഞാൽ 0 ആയിപ്പോയി. പിന്നെ ഉള്ളത് ഇവിടെ ഒരു ഹാഫ് AT സ്ക്വയർ, ഇവിടെ ഒരു നെഗറ്റീവ് ഹാഫ് ഇൻറ്റു AT സ്ക്വയർ ആണുള്ളത്. അപ്പോൾ ഇത് രണ്ടും ക്യാൻസലായി. അപ്പോൾ നമുക്ക് ലാസ്റ്റ് കിട്ടി S1 പ്ലസ് S2 = ut എന്ന് കിട്ടി. ഇനി ഈ ടീനെ നമ്മൾ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ S1 പ്ലസ് S2 ഡിവൈഡ് ബൈ u2. ഈ S1 പ്ലസ് S2 എന്തായിരുന്നു? 100. u2 അതായത് ഒബ്ജക്റ്റ് മുകളിലേക്ക് ത്രോ ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന അതിൻ്റെ ഇനീഷ്യൽ വെലോസിറ്റി 25. അപ്പോഴും നമുക്ക് 4 സെക്കൻഡ് എന്ന് കിട്ടും. അപ്പോൾ ഈ രണ്ട് മെത്തേഡിൽ ഏത് മെത്തേഡ് വേണമെങ്കിലും യൂസ് ചെയ്ത് ചെയ്യാം. ഇനി നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻ്റെ തന്നെ പാർട്ട് ബി ആണ്. ഗ്രൗണ്ടിൽ നിന്നുള്ള ഹൈറ്റ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അവർ കൊളൈഡ് ചെയ്ത ആ ഒരു പോയിന്റ് മുതൽ ഗ്രൗണ്ടിൽ നിന്നുള്ള ഹൈറ്റ് എത്രയാണ് എന്നുള്ളതാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്താൽ മതി? ഡിസ്പ്ലേസ്മെൻറ്റിനുള്ള ഫോർമുല അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഹൈറ്റ് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പം S2 = ut പ്ലസ് ഹാഫ് AT സ്ക്വയർ എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ 20 മീറ്റർ എന്നാണ്. ഓക്കെ, അപ്പോൾ സർഫേസിൽ നിന്ന് അവർ കൊളൈഡ് ചെയ്ത ആ ഒരു സ്ഥലം വരെയുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 20 മീറ്റർ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമ്മൾ പാർട്ട് ബിയിൽ കണ്ടുപിടിച്ച ആൻസറിൽ നിന്നും എന്തെങ്കിലും ചേഞ്ചസ് ഇതേ കൊളീഷൻ മൂണിൽ സംഭവിച്ചു കഴിഞ്ഞാൽ ഉണ്ടാവുമോ എന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ആൻസറിന് ചേഞ്ചസ് ഉണ്ടാവും. കാരണം എന്താണെന്ന് വെച്ചാൽ മൂണിലുള്ള ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി അതുപോലെ തന്നെ എർത്തിലുള്ള ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി രണ്ടും വ്യത്യാസമാണ്, ഡിഫറൻ്റ് ആണ്. അപ്പോൾ മൂണെന്ന് പറയുന്ന സർഫേസിൽ ഒരുപാട് സമയം എടുത്തിട്ടായിരിക്കും അവർ എന്തുണ്ടാവുക? കൊളൈഡ് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച ആ ഒരു ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ അപ്ലൈ ചെയ്ത ഫോർമുല ഉണ്ടല്ലോ, S2 = ut പ്ലസ് ഹാഫ് AT സ്ക്വയർ. അതിൽ ഈ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി, അതായത് ആക്സിലറേഷൻ്റെ അവിടെ നമുക്ക് തന്നിരിക്കുന്ന ഈ വാല്യൂ അപ്ലൈ ചെയ്തിട്ട് എത്രയാണ് വരുന്നത് എന്നുള്ളത് നോക്കാം. നമുക്ക് കിട്ടിയിരിക്കുന്ന ആൻസർ 87.04 മീറ്റർ ആണ്. അതായത് എർത്തിൽ നമുക്ക് 20 മീറ്ററേ കിട്ടിയുള്ളൂ, പക്ഷെ മൂണിൽ 87.04 മീറ്റർ ആണ് കിട്ടിയിരിക്കുന്നത്. അതായത് ആ രണ്ട് ഒബ്ജക്ട്സും കൊളൈഡ് ചെയ്യാനെടുത്ത സ്ഥലവും അതുപോലെ തന്നെ മൂണിൻ്റെ സർഫേസും ഇൻ ബിറ്റ്വീനുള്ള ഡിസ്റ്റൻസ് ആണ് ഈ 87.04 എന്ന് പറയുന്നത്. അപ്പോൾ നല്ലൊരു വ്യത്യാസമാണ് മൂണിലും എർത്തിലും ഉള്ളത്.
Question: The gravitational force on the lunar surface is approximately 1/6 that of the Earth. Answer the given question. അതായത് നമ്മൾ പറഞ്ഞു എർത്തിലുള്ളതിനേക്കാളും എന്തായിരിക്കും 1/6 ആയിരിക്കും എവിടെ ഉണ്ടാവുന്നത്, ലൂണാർ സർഫേസ്. ലൂണാർ സർഫേസ് എന്ന് പറഞ്ഞാൽ മൂണിലുണ്ടാവുന്ന ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു ഒബ്ജക്റ്റിൻ്റെ മാസ് 10 kg ആണ്. അപ്പോൾ അതിൻ്റെ വെയിറ്റ് എന്തായിരിക്കും എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന 10 kg മാസും നമുക്കറിയാം ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എർത്തിൽ 9.8 m/s² ആണ്. അപ്പോൾ വെയിറ്റ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്ന് പറയുന്നത് മാസ് ഇൻറ്റു ആക്സലറേഷൻ. അങ്ങനെ വരുമ്പോൾ 10 × 9.8 എന്ന് പറയുമ്പോൾ 98 ന്യൂട്ടൺ ആണ് ഈ എർത്തിൽ ഒബ്ജക്റ്റിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത്. ഈ ബി ക്വസ്റ്റ്യൻ എന്താ പറയുന്നത് വെച്ചാൽ, അപ്പോൾ നമ്മൾ നേരത്തെ എർത്തിലുണ്ടായിരുന്നപ്പോൾ ആ ഒബ്ജക്റ്റിൻ്റെ വെയിറ്റ് എത്രയാണെന്നുള്ളത് കണ്ടുപിടിച്ചു. അത് ഇതേ ഒബ്ജക്റ്റ് തന്നെ മൂണിലാണെങ്കിൽ അതിൻ്റെ മാസ് എന്തായിരിക്കും, വെയിറ്റ് എന്തായിരിക്കും. നമുക്കറിയാം മാസ് എന്ന് പറയുന്നത് ഒരിക്കലും ഏത് ലൊക്കേഷനിൽ പോയാലും ചേഞ്ച് ചെയ്യില്ല. അപ്പോൾ അത് 10 kg തന്നെയായിരിക്കും. അപ്പോൾ വെയിറ്റിൻ്റെ കേസ് ആകുമ്പോൾ നമ്മളിവിടെ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഓൺ മൂൺ 1.62 m/s² ആണ് എടുക്കേണ്ടത്. അത് വെച്ചിട്ട് മാസിനെ ഇൻഡ്യൂ ചെയ്താൽ വെയിറ്റ് ഓഫ് ദി ഒബ്ജക്റ്റ് ഇൻ മൂൺ കിട്ടും. അപ്പോൾ 10 × 1.62 m/s² എന്ന് പറയുമ്പോൾ 16.2 ന്യൂട്ടൺ ആണ് ഈ ഒബ്ജക്റ്റിൻ്റെ മൂണിലുള്ള വെയിറ്റ്. ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്കായി ചെറിയ ബാച്ച് സൈസിലുള്ള ട്യൂഷൻ ക്ലാസുകളിലൂടെ മികച്ച വിജയം നേടാൻ ഇന്ന് തന്നെ ടോപ്പ് ട്യൂഷൻ സെന്ററിൽ ജോയിൻ ചെയ്യൂ. Question: Objects with a larger mass are attracted by the earth more strongly than objects with a smaller mass. So, if an object with a larger mass and an object with a smaller mass are allowed to fall from the same height, which one will reach the ground first? അതായത് ഒരു ലാർജർ മാസും ഒരു സ്മോളർ മാസും ഒരേ സമയത്ത് താഴത്തേക്ക് ഡ്രോപ്പ് ചെയ്യുന്ന സമയത്ത് ആരായിരിക്കും ഫസ്റ്റ് ഗ്രൗണ്ടിൽ ടച്ച് ചെയ്യുന്നത്? ഇവിടെ എയർ റെസിസ്റ്റൻസ് നമ്മൾ ഇഗ്നോർ ചെയ്ത് കഴിഞ്ഞാൽ രണ്ട് ഒബ്ജക്ട്സും ഒരേ സമയത്ത് ഗ്രൗണ്ടിലേക്ക് വീഴും. അതാണ് ഇതിൻ്റെ ആൻസർ. ഓക്കെ, എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ എർത്ത് എന്ന് പറയുന്നത് ഏറ്റവും ലാർജർ മാസ്സുള്ള ഒബ്ജക്ട്സിനെയാണ് കൂടുതൽ പുള്ള് ചെയ്യുന്നത്. അതായത് ഏറ്റവും ലാർജർ മാസ്സുള്ള ഒബ്ജക്ട്സിനെ പുള്ള് ചെയ്യാനായിട്ട് നല്ല ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആവശ്യമായിട്ടുണ്ട്. പക്ഷേ ഇവരുടെ ഇപ്പോൾ ഏതൊരു ഒബ്ജക്റ്റ് ആയിക്കോട്ടെ ഇവരുടെ എല്ലാവരുടെയും ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി സെയിം ആയിരിക്കും. എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്കറിയാം എന്താണ് ഒരു ഒബ്ജക്റ്റിൻ്റെ ആക്സലറേഷൻ എന്ന് പറയുന്നത് ഫോഴ്സും മാസുമായിട്ട് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷൻ ആയിട്ടുള്ളതാണ്. അതിൽ ഫോഴ്സ് എന്ന് പറയുന്നത് എന്താണ്, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത് മാസ് ഇൻറ്റു ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ജി ഡിവൈഡ് ബൈ മാസ്. അപ്പോൾ ഈ രണ്ട് മാസും ക്യാൻസൽ ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് എന്താണ്, എ ഈക്വൽ ടു ജി എന്നാണ്. അതിൻ്റെ അർത്ഥം എന്താണ്, എല്ലാവരുടെയും ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി സെയിം ആണ്. അപ്പോൾ നമ്മൾ എയർ റെസിസ്റ്റൻസ് നെഗ്ലക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഏതൊരു ഒബ്ജക്റ്റ് ആയിക്കോട്ടെ ലാർജർ മാസ് ഉള്ളതോ സ്മോളർ മാസ് ഉള്ളതോ രണ്ട് ഒബ്ജക്ട്സും സെയിം ആക്സിലറേഷൻ വെച്ചിട്ട് അതായത് ഒരേ സമയത്തും താഴത്തെ ഗ്രൗണ്ടിനെ ടച്ച് ചെയ്യും. Question: Explain the difference between mass and weight. മാസും വെയിറ്റും തമ്മിലുള്ള ഡിഫറൻസ്. മാസ് എന്ന് പറയുന്നത് എന്താണ്, ഒരു എമൗണ്ട് ഓഫ് മാറ്റർ ആണ് മാസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ക്വാണ്ടിറ്റി ഓഫ് മാറ്റർ. പക്ഷേ വെയിറ്റ് എന്ന് പറയുന്നത് എന്താണ്, ഒരു ഒബ്ജക്റ്റിൻ്റെ മേലെ എർത്ത് എക്സേർട്ട് ചെയ്യുന്ന ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണ് ഒരു ഒബ്ജക്റ്റിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഞാനിവിടെ മാസും വെയിറ്റിൻ്റെയും ഡിഫറൻസ് കാണിച്ചിട്ടുണ്ട്. അതിൽ ഡെഫിനിഷനിൽ പറയുന്നത് മാസ് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ പറഞ്ഞു ഒരു എമൗണ്ട് ഓഫ് മാറ്റർ ആണ്. വെയിറ്റ് എന്ന് പറയുന്നത് നമ്മുടെ എർത്ത് എക്സേർട്ട് ചെയ്യുന്ന ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണ് ആ ഒരു ഒബ്ജക്റ്റിൻ്റെ മേലെ. ഇനി മാസ് എന്ന് പറയുന്ന ഒരു സ്കെയിലാർ ക്വാണ്ടിറ്റിയാണ്, വെയിറ്റ് ഒരു വെക്ടർ ക്വാണ്ടിറ്റിയാണ്. അപ്പോൾ മാസ് നമ്മൾ എം എന്ന് പറയുന്ന സിമ്പിൾ വെച്ച് റെപ്രസെൻറ്റ് ചെയ്യുന്നു, വെയിറ്റ് നമ്മൾ ഡബ്ല്യു അല്ലെങ്കിൽ എഫ് ജി എന്ന് പറഞ്ഞ് റെപ്രസെൻറ്റ് ചെയ്യുന്നു. മാസിൻ്റെ എസ് ഐ യൂണിറ്റ് എന്ന് പറയുന്നത് കിലോഗ്രാം ആണ്. വെയിറ്റിൻ്റെ എസ് ഐ യൂണിറ്റ് നമുക്ക് ന്യൂട്ടൺ എന്ന് എഴുതാം, അല്ലെങ്കിൽ കിലോഗ്രാം വെയിറ്റ് എന്ന് എഴുതാം. ഇനി മാസിൻ്റെ ഫോർമുല എം എന്നാണ്. വെയിറ്റ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല മാസ് ഇൻറ്റു ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എം ജി. ലൊക്കേഷൻ വേരിയേഷൻ, അതായത് മാസ് എന്ന് പറയുന്നത് ഏതൊരു ലൊക്കേഷനിലായിക്കോട്ടെ കോൺസ്റ്റൻ്റ് ആയിരിക്കും. പക്ഷേ ഇത് വെയിറ്റിൻ്റെ കേസിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഗ്രാവിറ്റി മാറുന്തോറും വെയിറ്റിനും ചേഞ്ചസ് വന്നുകൊണ്ടിരിക്കും.
നമ്മൾ മാസ് അളക്കാൻ ഉപയോഗിക്കുന്നത് കോമൺ ബാലൻസും വെയിറ്റ് അളക്കാൻ ഉപയോഗിക്കുന്നത് സ്പ്രിംഗ് ബാലൻസും ആണ്. അപ്പോൾ ഇതൊക്കെയാണ് മാസും വെയിറ്റും തമ്മിലുള്ള ഡിഫറൻസുകൾ. Question: The masses of a stone and hydrogen-filled balloon are equal. If both are placed on the same ground, will the force of attraction exerted by the earth on them be the same? Justify the answer. അതായത് ഒരു സ്റ്റോണിൻ്റെയും അതുപോലെ തന്നെ ഹൈഡ്രജൻ ഫിൽഡ് ബലൂണിൻ്റെയും മാസ് രണ്ടും ഈക്വൽ ആണ്. ഇവരുടെ രണ്ടുപേരിനെയും നമ്മൾ ഗ്രൗണ്ടിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഗ്രൗണ്ടിൽ വെച്ചിരിക്കുന്നതുകൊണ്ട് തന്നെ എർത്ത് എക്സേർട്ട് ചെയ്യുന്ന ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നതും സെയിം ആയിരിക്കുമോ എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത് രണ്ടിലും സെയിം തന്നെയായിരിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നതാണ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണ്. ഇത് മാസിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്പോൾ സ്റ്റോണിനും ബലൂണിനും ഈക്വൽ മാസസ് ആണുള്ളത്. അതുകൊണ്ട് രണ്ടിലും എക്സേർട്ട് ചെയ്യാൻ അല്ലെങ്കിൽ എർത്ത് പുള്ള് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് ഈക്വൽ ആയിരിക്കും. അപ്പോൾ നമുക്ക് ചിലപ്പം ഹൈഡ്രജൻ ബലൂൺ ഫ്ലോട്ട് ചെയ്യുന്നതായിട്ട് കാണും. കാരണം അവിടെ ഗ്രാവിറ്റി വീക്കർ എന്നുള്ളതല്ല, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കൂടാതെ അവിടെ ഒരു അപ്വേർഡ് ബോയന്റ് ഫോഴ്സ് കൂടി ആക്ട് ചെയ്യുന്നത് കൊണ്ടാണ് നമുക്ക് ഹൈഡ്രജൻ ബലൂൺ ഫ്ലോട്ട് ചെയ്യുന്നതായിട്ട് കാണുന്നത്. Subscribe to this channel for more videos like this. Question: A stone falling from the top of a tall building reaches the ground in 2 seconds. G equal to 9.8 meter per second square. Calculate the height of the building. അതായത് ഒരു ബിൽഡിങ്ങിൻ്റെ താഴത്തേക്ക് നമ്മളൊരു സ്റ്റോൺ ഡ്രോപ്പ് ചെയ്യുന്നുണ്ട്. അത് 2 സെക്കൻഡിനുള്ളിൽ ഗ്രൗണ്ടിൽ തട്ടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ആ ബിൽഡിങ്ങിൻ്റെ ഹൈറ്റ് എത്രയാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ബിൽഡിങ്ങിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് ഇവിടെ മുതൽ ഇവിടെ വരെയുള്ളതിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ എന്തായിരിക്കും? അത് ബിൽഡിങ്ങിൻ്റെ ഹൈറ്റ് ആയിരിക്കും. അപ്പോൾ ആദ്യം നമുക്ക് ഗിവൺ ഡാറ്റ എടുത്തെഴുതാം. G ഈക്വൽ ടു 9.8. ഇനീഷ്യലി ഉള്ള നമ്മുടെ സ്റ്റോണിൻ്റെ വെലോസിറ്റി എന്ന് പറയുന്നത് 0 മീറ്റർ പെർ സെക്കൻഡ് എന്നാണ്. ടൈം തന്നിട്ടുണ്ട് 2 സെക്കൻഡ്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഹൈറ്റ് ആണ്. അപ്പോൾ S ഈക്വൽ ടു UT പ്ലസ് ഹാഫ് AT സ്ക്വയർ എന്ന ഫോർമുലയിൽ UAT എന്ന് പറയുന്നതിൻ്റെ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് കിട്ടുന്നത് 19.6 മീറ്റർ എന്നാണ്. അതായത് ഈ ബിൽഡിങ്ങിൻ്റെ ഹൈറ്റ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ്റെ തന്നെ പാർട്ട് ബി എന്ന് പറയുന്നത് സ്റ്റോണിൻ്റെ വെലോസിറ്റി എന്താണ് എന്ന് കണ്ടുപിടിക്കുന്നതാണ്. അതായത് ജസ്റ്റ് ബിഫോർ ടച്ചിങ് ദ ഗ്രൗണ്ട്. അതിനർത്ഥം ഫൈനലി ഉള്ള വെലോസിറ്റി എന്നാണ്. അപ്പോൾ നമുക്ക് ഗിവൺ ഡാറ്റ എടുത്തെഴുതാം. G 9.8, U ഈക്വൽ ടു 0, ദെൻ T ടൈം എന്ന് പറയുന്നത് 2 സെക്കൻഡ്. അപ്പോൾ ഫൈനലി ഉള്ള വെലോസിറ്റി കണക്കാക്കാനായിട്ട് നമ്മൾ എന്ത് അപ്ലൈ ചെയ്യണം? ഫോർമുല U പ്ലസ് AT എന്ന ഫോർമുല അപ്ലൈ ചെയ്യണം. അപ്പം 0 പ്ലസ് 9.8 ഇൻറ്റു 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 19.6 മീറ്റർ പെർ സെക്കൻഡ് ആണ് ഈ സ്റ്റോണിൻ്റെ ഫൈനൽ വെലോസിറ്റി എന്ന് പറയുന്നത്. ക്വസ്റ്റ്യൻ: ഫൈൻഡ് എക്സാമ്പിൾസ് ഓഫ് സർക്കുലർ മോഷൻ ഫ്രം ദ ഫോളോയിങ് ആൻഡ് ടാബുലേറ്റ്. അപ്പോൾ നമുക്കിവിടെ കുറച്ച് എക്സാമ്പിൾസ് തന്നിട്ടുണ്ട്. അതിൽ സർക്കുലർ മോഷൻ്റെ എക്സാമ്പിൾസ് എന്തൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സർക്കുലർ മോഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സർക്കിളിൻ്റെ സർക്കംഫറൻസിലൂടെ ഒബ്ജക്റ്റ് മൂവ് ചെയ്യുക. അതിനെയാണ് നമ്മൾ സർക്കുലർ മോഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് കാണാൻ പറ്റും ഇലക്ട്രോൺസ് റിവോൾവിങ് അറൗണ്ട് ദ ന്യൂക്ലിയസ് എന്ന് പറയുന്നത് സർക്കുലർ മോഷനാണ്. പ്ലാനറ്റ്സ് റിവോൾവിങ് അറൗണ്ട് ദ സൺ, അതും സർക്കുലർ മോഷൻ്റെ ഒരു എക്സാമ്പിളാണ്. ദെൻ മൂൺ ഓർബിറ്റിംഗ് അറൗണ്ട് ദ എർത്ത്, ഇതും സർക്കുലർ മോഷൻ്റെ ഒരു എക്സാമ്പിളാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എർത്തിനേക്കാളും 2 മടങ്ങ് മാസ് ഉള്ളതും എർത്തിനേക്കാളും 3 മടങ്ങ് വലിപ്പം കൂടിയ റേഡിയസ് ഉള്ള ഒരു പ്ലാനറ്റിൽ 10 കിലോ മാസ് ഉള്ള ഒബ്ജക്റ്റിൻ്റെ വെയിറ്റ് എത്രയായിരിക്കും എന്നുള്ളതാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ഡാറ്റ മാസ് എന്ന് പറയുന്നത് 10 kg ആണ്. ഓക്കെ, അപ്പോൾ ഒരു ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ് GM ഡിവൈഡ് ബൈ R² എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എർത്തിനേക്കാളും 2 മടങ്ങ് മാസ് വലിപ്പമുള്ളതും അതുപോലെ തന്നെ റേഡിയസ് 3 മടങ്ങ് വലിപ്പമുള്ള ഒരു പ്ലാനറ്റാണ്. അതിൻ്റെ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി G കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? 2 × M ആൻഡ് 3 × R² എന്ന് ചെയ്തു. അത് നമ്മൾ പറഞ്ഞിരിക്കുന്നതാണ് 2 ടൈംസ് ദ മാസ് ആൻഡ് 3 ടൈംസ് ദി റേഡിയസ് എന്ന്. അപ്പോൾ നമുക്ക് കിട്ടി 2/9. ഓക്കെ, 2 × GM ഡിവൈഡ് ബൈ 9 × R². അപ്പോൾ അതിനെ ആ 2/9 അങ്ങോട്ട് പുറത്തെടുത്തു. GM ബൈ R² എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി G. അപ്പോൾ
എർത്തിൻ്റെ അതായത് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്ന് പറയുന്നത് എന്തായിരിക്കും 9.8 ആണ്. അപ്പോൾ നമുക്ക് 2/9 ഇൻറ്റു 9.8 എന്ന് കിട്ടി. ഇനി വെയിറ്റ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്തായിരുന്നു? മാസ് ഇൻറ്റു ഈ വാല്യൂ ഓഫ് ജി എന്നായിരുന്നു. അപ്പം ഈ ഒരു പ്ലാനറ്റിൻ്റെ ജിയുടെ വാല്യൂ എന്ന് പറയുന്നത് 2/9 ഇൻറ്റു 9.8 ആണ്. മാസ് നമുക്കിവിടെ തന്നിട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ 21.77 ന്യൂട്ടൺ ആണ് ഈ പറയുന്ന ഒബ്ജക്റ്റിൻ്റെ വെയിറ്റ്. ക്വസ്റ്റ്യൻ, അതായത് നമുക്കിവിടെ ഒരു പ്ലാനറ്റിൻ്റെ മാസ് എന്ന് പറയുന്നത് എർത്തിനേക്കാളും ഹാഫ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. എർത്തിൻ്റെ റേഡിയസിനേക്കാളും 1/4 ആണ് ഈ പ്ലാനറ്റിൻ്റെ റേഡിയസ് എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ പ്ലാനറ്റിൻ്റെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്ന് പറയുന്നത് എത്ര മടങ്ങായിരിക്കും, എർത്തിനേക്കാളും എത്ര മടങ്ങായിരിക്കും എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ നമുക്കിവിടെ 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഡി ആണ്, 8 ടൈംസ് ദാറ്റ് ഓഫ് ദി എർത്ത് എന്നാണ്. അപ്പോൾ അതിൻ്റെ എക്സ്പ്ലനേഷൻ എങ്ങനെയാണ് വന്നിരിക്കുന്നത് നോക്കാം. അതായത് നമുക്ക് വാല്യൂ ഓഫ് ജി കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? GM/r² എന്ന് ചെയ്യും. ഇതിലിവർ പറഞ്ഞിരിക്കുന്നത് എർത്തിൻ്റെ ഹാഫാണ് ഈ പ്ലാനറ്റിൻ്റെ മാസ് എന്ന് പറഞ്ഞത്. എർത്തിൻ്റെ മാസിനേക്കാളും ഹാഫാണ് ഈ പ്ലാനറ്റിൻ്റെ മാസ്. അപ്പം ഹാഫ് ഇൻറ്റു എം എന്ന് എഴുതി. പിന്നെ പറഞ്ഞിരിക്കുന്നത് 1/4 ടൈംസ് റേഡിയസ് എന്നും. അപ്പം r ഇൻറ്റു 1/4 എന്ന് പറയുമ്പോൾ r/4² അപ്പോൾ 4² എന്ന് പറഞ്ഞാൽ 60. പിന്നെ ഇത് നമ്മൾ താഴത്തേക്ക് റെസിപ്രോക്കൽ എടുത്തു കഴിഞ്ഞാൽ എന്തായിരിക്കും? 2/1 എന്ന് കിട്ടും. 2/1 എന്ന് പറഞ്ഞാൽ 2 എന്ന് തന്നെ നമുക്ക് ഇടാം. അപ്പോൾ 16/2 ഇൻറ്റു ഈ GM/r². അങ്ങനെ വരുമ്പോൾ 16/2 എന്ന് പറഞ്ഞാൽ 8 ടൈംസ് ആണ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ, ഒരു സർട്ടൻ ഹൈറ്റിൽ നിന്ന് ഒരു ബോഡി ഗ്രൗണ്ടിലേക്ക് വീഴുന്നുണ്ട്. അപ്പം ആ ബോഡി എടുത്ത സമയം എന്ന് പറയുന്നത് 50 സെക്കൻഡ് ആണ്. അപ്പോൾ ഇതേ സെയിം ഹൈറ്റിൽ നിന്ന് ഒരു ബോഡി വീഴുകയാണ്, പക്ഷെ അത് വേറൊരു പ്ലാനറ്റിലാണ്. അതായത് എർത്തിനേക്കാളും 2 മടങ്ങ് മാസും 2 മടങ്ങും റേഡിയസും ഉള്ള ഒരു പ്ലാനറ്റിൽ. ആ പ്ലാനറ്റിൽ എത്ര സമയം എടുത്തിട്ടാണ് ഗ്രൗണ്ടിലേക്ക് എത്തുന്നത്? ഇതാണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എർത്തിൽ ഈ ഒബ്ജക്റ്റ് വീഴുന്നതിൻ്റെ ഹൈറ്റ് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ ടൈം തന്നിരിക്കുന്നത് 50 സെക്കൻഡ് എടുത്തെഴുതി. ഇനീഷ്യലി ഉള്ള വെലോസിറ്റി എന്ന് പറയുന്നത് 0 ആണ്. എർത്തിലുള്ള ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി G 9.8 എന്ന് എഴുതി. ഇനി ആ ഒബ്ജക്റ്റിൻ്റെ അതായത് ആ വീഴുന്ന ഹൈറ്റ് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് പറയുന്ന ഫോർമുല അപ്ലൈ ചെയ്യാം. അപ്പോൾ നമുക്ക് കിട്ടി 4.9 ഇൻറ്റു 50² ആണ്. അത്രയും ഹൈറ്റിൽ നിന്നാണ് അത് വീഴുന്നത് ഗ്രൗണ്ടിലേക്ക്. ഇനി മറ്റൊരു പ്ലാനറ്റിൽ ഇതേ ഹൈറ്റിൽ എത്ര സമയം എടുത്തിട്ടായിരിക്കും ഗ്രൗണ്ട് റീച്ച് ചെയ്യുന്നത് എന്ന് കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ അതിൻ്റെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി വാല്യൂ ഓഫ് ജി കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താണ്? എർത്തിനേക്കാളും 2 മടങ്ങ് മാസ് എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ 2 ഇൻറ്റു എം എന്ന് എഴുതി. റേഡിയസും അതുപോലെ 2 ടൈംസ് ആണ്. അപ്പോൾ 2 ഇൻറ്റു r². അപ്പോൾ 1/2 ഇൻറ്റു GM/r² എന്ന് പറയുമ്പോൾ GM/r² എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം G തന്നെയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് കിട്ടിയ വാല്യൂ എന്ന് പറയുന്നത് 4.9 m/s². ഇനി ഈ വാല്യൂ നമ്മൾ നേരത്തെ ഡിസ്പ്ലേസ്മെൻറ്റ് കണ്ടുപിടിക്കാനെടുത്ത ഫോർമുലയിൽ അപ്ലൈ ചെയ്യാം. അപ്പം നമുക്ക് കിട്ടുന്നത് t² = 2 ഇൻറ്റു 50² ആണ്. അതായത് t = 50√2 സെക്കൻഡ്സ്. ഇതേ പ്ലാനറ്റിൽ 4.9 ഇൻറ്റു 50² എന്ന ഹൈറ്റിൽ ഒബ്ജക്റ്റ് ഗ്രൗണ്ടിലേക്ക് എത്താനെടുത്ത സമയമാണ് 50 ഇൻറ്റു 50√2 സെക്കൻഡ്സ് എന്ന് പറയുന്നത്. ക്വസ്റ്റ്യൻ, ഒരു ഒബ്ജക്റ്റിൻ്റെ മാസ് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വെയിറ്റ് ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. എർത്തിൻ്റെ സെൻറ്ററിൽ ഉണ്ടായിരിക്കുന്ന സമയത്ത് എന്തായിരിക്കും അതിൻ്റെ വെയിറ്റ്? അപ്പോൾ നമുക്കിവിടെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി തന്നിട്ടുണ്ട്. അതായത് പോളാർ റീജിയൻ്റെ ഇക്വട്ടോറിയൽ റീജിയൻ, മൂൺ, ജൂപ്പിറ്റർ, അങ്ങനെ എല്ലാ ലൊക്കേഷനിലെയും ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി തന്നിട്ടുണ്ട്. അപ്പോൾ ഒരു ഒബ്ജക്റ്റിൻ്റെ വെയിറ്റ് നമ്മൾ കണ്ടുപിടിക്കുന്നത് മാസ് ഇൻറ്റു ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി വെച്ചിട്ടാണ്. എർത്തിൻ്റെ സെൻറ്ററിൽ നമുക്ക് കിട്ടുന്നത് 0 ന്യൂട്ടൺ ആണ് ഈ ഒബ്ജക്റ്റിൻ്റെ മാസ് എന്ന് പറയുന്നത്. കാരണം ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്ന് പറയുന്നത് സെൻറ്റർ ഓഫ് ദി എർത്തിൽ 0 ആണ്. ഇനി പോളാർ റീജിയനിൽ 100 ഇൻറ്റു ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്ന് പറയുന്നത് 9.83 ആണ്. അപ്പോൾ 983 ന്യൂട്ടൺ ആണ് ഈ ഒബ്ജക്റ്റിൻ്റെ മാസ്.
നെക്സ്റ്റ് വൺ പറയുന്നത് ഇക്വറ്റോറിയൽ റീജിയൻ. അതിൽ ജീൻ്റെ വാല്യൂ 9.78 ആണ്. മാസ് ഇൻറ്റു ചെയ്യുമ്പോൾ 978 ന്യൂട്ടൺ എന്ന് കിട്ടി. ഇനി മൂണിലും ജൂപ്പിറ്ററിൻ്റെയും കാര്യമാണ്. അപ്പോൾ മൂണിൽ ജീൻ്റെ വാല്യൂ 1.62 ആണ്. ഇൻറ്റു ചെയ്യുമ്പോൾ ഈ ഒബ്ജക്റ്റിൻ്റെ മാസ് എന്ന് പറയുന്നത് 162 ന്യൂട്ടൺ. ജൂപ്പിറ്ററിൻ്റെ കേസിൽ 23.1 ആണ് അതിൻ്റെ ജീൻ്റെ വാല്യൂ. 100 ചെയ്യുമ്പോൾ 2310 ന്യൂട്ടൺ എന്നും കിട്ടി. പാലക്കാട് നിവാസികളെ ഞങ്ങളുടെ ക്ലാസ് റൂം ട്യൂഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.